യാക്കോബായ സഭയുടെ പുതിയ ഇടയനായി ജോസഫ് മാർ ഗ്രിഗോറിയസ് ചുമതലയേറ്റു. ബെയ്റൂത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. പ്രതിനിധികളെ അയച്ച പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ചടങ്ങിന് കാർമ്മികത്വം വഹിച്ച ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ നന്ദി അറിയിച്ചു. കാവലിന് വേണ്ടിയും ഇവിടെ നിൽക്കുന്ന ഇന്ത്യയുടെ ശ്രേഷ്ഠ കാതോലിക്കാമോ ബസേലിയോ ജോസഫിന് വേണ്ടിയും നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശേഷം സകല പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. لوف قوم مشروا دحلا ثالو دبروحو قديشو الموريون ذكاشا شمالا مورت رحام عليهم شيحو له ديلان حلوفويد نشفر لروح القديشون فيه شمالا مورت رحام عليهم شيحو له ديلان نبعيد تذقال من موريون بعيش ലബനൻ ആസ്ഥാനമായ ബെയ്റൂത്തിലെ അച്ചാനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം സംസാരിച്ചിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ ചടങ്ങ് ഇതിനി എത്ര നേരം നീളും? നേരത്തെ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇനിയും അദ്ദേഹം സംസാരിക്കുമോ? അടുത്ത ഘട്ടങ്ങൾ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, സ്ഥാനാരോഹണ ചടങ്ങ് ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ടൊരു 3/4 മണിക്കൂറിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാകും. അതേസമയം സ്ഥാനാരോഹണ ചടങ്ങുകൾ ലെബനോനിൽ നടക്കുമ്പോൾ ആഹ്ലാദം അലതല്ലുന്നത് ഇങ്ങ് ദൂരെ കേരളത്തിലാണ് എന്ന് തന്നെ പറയാം. യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ, അതുപോലെ വിവിധ ഭദ്രാസന കേന്ദ്രങ്ങളിൽ, കൂടാതെ വിവിധ ഇടവക ദേവാലയങ്ങളിൽ ഒക്കെ ഈ ചടങ്ങ് ഒരുമിച്ചിരുന്ന് കാണുന്നതിന് വേണ്ടി വിശ്വാസികളുടെ വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. വൈദികർക്കും ഒരുമിച്ചിരുന്ന് കാണുന്നതിനും ആ ധന്യനിമിഷം പങ്കിടുന്നതിനുമൊക്കെയായി വിവിധ ഇടങ്ങളിൽ ആളുകൾ എത്തിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലാണ്. ഉള്ളിലെ ഹാളിൽ ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ജോസഫ് മോർ ഗ്രിഗോറിയോസ് സ്ഥാനാരോഹണത്തിന് ശേഷം ഇനി അറിയപ്പെടുക മറ്റൊരു പേരിലായിരിക്കും, അതായത് സ്ഥാനികമായ പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ എന്നുള്ള പേരിലായിരിക്കും അദ്ദേഹം ഇനി മുതൽ അറിയപ്പെടുക. ഈ വരുന്ന 30-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ചയാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തുമ്പോൾ വിപുലമായ സ്വീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുമായി നല്ല ബന്ധം പുലർത്തുന്ന, പ്രത്യേകിച്ചും യാക്കോബായ സഭാ തർക്കത്തിലൂടെയും മറ്റും, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള സഭാ തർക്കത്തിലൂടെയും മറ്റും കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയല്ല സഭാതർക്കം പരിഹരിക്കുക എന്നുള്ളതാണ്. അതായത് വ്യവഹാരരഹിത സഭയാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം സ്ഥാനാരോഹണത്തിന് വേണ്ടി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണത്തെ വിശ്വാസികൾ കാത്തിരിക്കുന്നതും. ഏറ്റുമുട്ടലിൻ്റെ പാതയിലല്ലാതെ സമവായത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് അദ്ദേഹത്തിന് സഭയെ നയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത്. ഒപ്പം ആജ്യപാലന ദൗത്യം എന്നതിന് മറ്റൊരു മറുപേരായി സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലും അദ്ദേഹത്തിൻ്റെ പേര് തിളങ്ങി നിൽക്കുന്നുണ്ട്. സാധുജന സേവനം, ചികിത്സാ സഹായങ്ങൾ, വിവാഹത്തിന് സഹായം, പഠന സഹായം, അങ്ങനെ നിരവധിയായ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലും അദ്ദേഹത്തിന് തിളങ്ങാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പ്രകടമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത്. എന്തായിരുന്നാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ലെബനോനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളെ അയച്ചതിന് പ്രധാനമന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും പാത്രിയാർക്കീസ് ബാവ ببعيل دبوبي خطبة عشن نشاد بلوخ مريو من صهيون اشتالت لبعيل دبوبي عشن نشاد بلوخ مريو من صهيون اشتالت لبعيل دبوبي حطرد عشن شادر له من يوم صيون
تشتالك لبعيل دبوبي. Now we invite our archbishops of the patriarchal ജോസഫ് മാർ jurisdiction. ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ തത്സമയ സംപ്രേക്ഷണമാണ് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 മലങ്കര മെത്രാപ്പൊലിത്തയായ മാർ ഗ്രിഗോറിയസ് ആഗോള സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി അദ്ദേഹം അഭിഷിക്തനാകുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ ലബനനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ ഘട്ടമായി ആ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിനാണ് താൻ ആഹ്വാനം ചെയ്യുന്നത്. സമാധാനത്തിലേക്ക് എത്താൻ അതിന് കോടതി വ്യവഹാരങ്ങളല്ല വേണ്ടത്, ഹൃദയമാണ് വേണ്ടത്, ഹൃദയങ്ങൾ തമ്മിലാണ് ചേരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞ സമയത്ത് മാധ്യമങ്ങളോടൊക്കെ നൽകിയിട്ടുള്ള പ്രതികരണമാണ്. എന്തായാലും ആ സമാധാനത്തിലേക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ആ സമാധാനത്തിലേക്കുള്ള നാളുകളായിരിക്കാം മുൻപിലുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.